എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 298 പേജ് സൂറത്ത് കഹ്ഫിൽ നിന്ന് 35 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ്. ഞാൻ റംലത്ത് കേസി. ഞാൻ ഷർഫുന്നീസ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. സ്വന്തത്തോട് തന്നെ അന്യായം പ്രവർത്തിച്ചുകൊണ്ട് അവൻ തൻ്റെ തോട്ടത്തിൽ പ്രവേശിച്ചു. അവൻ പറഞ്ഞു, ഒരിക്കലും ഇതൊന്നും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. അന്ത്യസമയം നിലവിൽ വരും എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇനി ഞാൻ എൻ്റെ രക്ഷിതാവിങ്കലേക്ക് മടക്കപ്പെടുകയാണെങ്കിലോ തീർച്ചയായും മടങ്ങിച്ചെല്ലുന്നതിന് ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലം എനിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. അവൻ്റെ ചങ്ങാതി അവനുമായി സംവാദം നടത്തിക്കൊണ്ടിരിക്കെ പറഞ്ഞു, മണ്ണിൽ നിന്നും അനന്തരം ബീജത്തിൽ നിന്നും നിന്നെ സൃഷ്ടിക്കുകയും പിന്നീട് നിന്നെ ഒരു പുരുഷനായി സംവിധാനിക്കുകയും ചെയ്തവനിൽ നീ അവിശ്വസിച്ചിരിക്കുകയാണോ? لكن هو الله ربي ولا أشرك بربي أحدا. എന്നാൽ എൻ്റെ വിശ്വാസമാണിത്. അവൻ അഥവാ അള്ളാഹുവാകുന്നു എൻ്റെ രക്ഷിതാവ്. എൻ്റെ രക്ഷിതാവിനോട് യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. നീ നിന്റെ തോട്ടത്തിൽ കടന്ന സമയത്ത് ഇത് അള്ളാഹു ഉദ്ദേശിച്ചതത്രേ. അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ഇല്ല എന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിന്നേക്കാൾ ധനവും സന്താനവും കുറഞ്ഞവനായി നീ എന്നെ കാണുന്നുവെങ്കിൽ. فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. എൻ്റെ രക്ഷിതാവ് എനിക്ക് നിന്റെ തോട്ടത്തേക്കാൾ നല്ലത് നൽകി എന്ന് വരാം. നിന്റെ തോട്ടത്തിൻ്റെ നേരെ അവൻ ആകാശത്ത് നിന്ന് ശിക്ഷ അയക്കുകയും അങ്ങനെ അത് ചതുപ്പു നിലയമായി തീരുകയും ചെയ്തു എന്ന് വരാം. أو يصبح ماؤها غورا فلن تستطيع له طلبا. അല്ലെങ്കിൽ അതിലെ വെള്ളം നിനക്ക് ഒരിക്കലും തേടി പിടിച്ചു കൊണ്ടുവരുവാൻ കഴിയാത്ത വിധം വറ്റിപ്പോയെന്നും വരാം. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. അവൻ്റെ ഫലസമൃദ്ധി നാശത്താൽ വലയം ചെയ്യപ്പെട്ടു. തോട്ടങ്ങൾ അവയുടെ പന്തലുകളോടെ വീണടിഞ്ഞ് കിടക്കവേ ഞാൻ അതിൽ ചെലവഴിച്ചതിൻ്റെ പേരിൽ അവൻ നഷ്ടബോധത്താൽ കൈമലർത്തുന്നവനായിത്തീർന്നു. എൻ്റെ രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ പറയുകയും ചെയ്തുകൊണ്ടിരുന്നു.
വലം തകുൻ ലഹു ഫിഅതുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. അള്ളാഹുവിന് പുറമെ യാതൊരു കക്ഷിയും അവന് സഹായം നൽകുവാനുണ്ടായില്ല. അവന് സ്വയം അതിജയിക്കുവാൻ കഴിഞ്ഞതുമില്ല. ഹുനാലികൽ വലായത്തു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വഖൈറുൻ ഉഖ്ബാ. യഥാർത്ഥ ദൈവമായ അള്ളാഹുവിനത്രേ അവിടെ രക്ഷാധികാരം. നല്ല പ്രതിഫലം നൽകുന്നവനും നല്ല പര്യവസാനത്തിലെത്തിക്കുന്നവനും അവനത്രേ. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. നബിയെ, നീ അവർക്ക് ഐഹിക ജീവിതത്തിൻ്റെ ഉപമ വിവരിച്ചു കൊടുക്കുക. ആകാശത്ത് നിന്ന് നാം വെള്ളമിറക്കി, അതുമൂലം ഭൂമിയിൽ സസ്യങ്ങൾ ഇടകലർന്ന് വളർന്നു. താമസിയാതെ അത് കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായിത്തീർന്നു. അതുപോലെയത്രേ ഐഹിക ജീവിതം. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.